ഇത് ലാസ്റ്റ് നിന്നാണ് നിന്റെ ഒരു ബിസിനസ് ഐഡിയക്ക് ഞാൻ കൂട്ടിക്കില്ല പറഞ്ഞില്ലെന്ന് പറയരുത് ഇനി അവസാനം. അതെന്തൊരു സംസാരോടാ? നിനക്ക് KFC അപ്പൂപ്പന്റെ കഥ അറിയാവുന്നല്ലേ? 62ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ബിസിനസ് നടത്തി പൊട്ടുന്ന എല്ലാ മാർക്കുള്ള ഡയലോഗാണ് KFC ഉപ്പപ്പാട. ക്രിസ്മസ് അപ്പൂപ്പന്റെ കഥ കേൾക്കുമ്പോൾ ഇയാൾക്ക് ഒരു പരാതി ഇല്ലല്ലേ? KFC ഉപ്പപ്പാടെ കഥയ്ക്ക് എന്ത് പ്രശ്നം? നീ ഉപ്പപ്പാടെ കാര്യം പറഞ്ഞോണ്ടിരിക്കുക, നീ കാര്യം പറയാം. എന്തൊരു നിന്റെ ഉദ്ദേശം? നമ്മൾ ഈ പെരേട വാങ്ങിക്കുന്നു, ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ മരങ്ങളുടെ എല്ലാം മണ്ടയിൽ കൂട് കെട്ടി അങ്ങ് തള്ളും. എന്തിനെടുപ്പായി? കുയിലുകൾക്ക് വാടകയ്ക്ക് കൊടുക്കാൻ, മുട്ടയിടാൻ. എന്തിനാ നിനക്ക്? ഇപ്പോഴത്തെ അവസ്ഥ നിനക്കറിയാലോ. ഇവര് നമ്മളെ കൂട്ടി കയറി മുട്ടയിടും, അത് നമ്മളെ മുട്ടയിടെന്ന് പറഞ്ഞ് നമ്മളെ അടയിരുന്ന് വിരിക്കും. അവസാനം കുടുംബ പ്രശ്നമായി, അടിയായി, കോടതിയായി, DNA ടെസ്റ്റ് ആയി, കൗൺസിലിംഗ് ആയി. ഇതാകുമ്പോ അതിനൊക്കെ ഒരു പരിഹാരം ആവൂലേ? ഇത് വർക്ക് ആവൂ? വർക്ക് ആവൂടാ. ഇവർക്ക് കൂട് വയ്ക്കാനുള്ള മടി കൊണ്ടാണ് ഇവർ നമ്മളെ കൂട്ടി കയറി മുട്ടയിടുന്നത്. നമ്മൾ വളരെ ചീപ്പായിട്ട് ഈ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവര് പിന്നെ ആ മറ്റേ റിസ്കിൽ നിൽക്കുവോ? എന്നാ ഒരു കൈ നോക്കാല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞത്, ഒരു കൈ നോക്കാം. പക്ഷെ ഇനിയിപ്പോ കുറെ ദിവസം ഇതിന്റെ പേര് പറഞ്ഞ മുനിസിപ്പാലിറ്റി ഓഫീസ് കയറി ഇറങ്ങി നടക്കേണ്ടി വരും. അതല്ലേ പാട്? എന്തിന്? K-Smart ഉടനെ വരുമല്ലോ. ആര് വരുന്നു? K-Smart. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സർവീസുകളെല്ലാം നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് K-Smart. ഓ നമുക്ക് ഈ പെരേടത്തിൽ എന്തൊക്കെ ബിൽഡിങ്ങുകൾ കെട്ടാൻ പറ്റുമെന്ന് വരെ K-Smart വഴി അറിയാൻ പറ്റും. പിന്നെ മാരേജ് രജിസ്ട്രേഷൻ, പിന്നെ വസ്തു നികുതി പോലത്തെ സകല സൗകര്യങ്ങളും ഉണ്ട് ആ ആപ്പിനകത്ത്. എന്നാ ഇത് നമുക്ക് പടപട സെറ്റ് ആക്കണം. നമുക്ക് ആരും അറിയാതെ രജിസ്റ്റർ ചെയ്യാം പെട്ടെന്ന്. പക്ഷെ എനിക്കൊരു ചാഞ്ചാട്ടം. നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ ഒരു നെയ്യപ്പ ഫാക്ടറി തുടങ്ങിയാലോ? മിണ്ടല്ലേ. ടർഫ് ആണെങ്കിലാ? ടർഫ് ഇവിടെ കാക്കക്കൂടിനേക്കാളും കൂടുതൽ ഇപ്പൊ ടർഫാണുള്ളത്.